വെള്ളാപ്പള്ളി നടേശൻ കളം മാറുമോ? ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എത്തുമ്പോൾ ചർച്ചകൾ പുതിയ തലത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് മന്ത്രി ഗണേഷ്. NSSനെ ഇടതിനോട് അടുപ്പിച്ച നേതാവ്. ഈ ഒരു സാഹചര്യത്തിൽ ഗണേഷിനെ തള്ളിപ്പറയുന്ന വെള്ളാപ്പള്ളിയുടെ അടുത്ത നീക്കം നിർണായകമാണ്. അതിനിടെ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന BDJSനെ UDFിൽ എത്തിക്കാൻ സജീവ നീക്കം കോൺഗ്രസ് നടത്തുന്നുണ്ട്. പലരുമായും UDF കൺവീനർ അടൂർ പ്രകാശ് ചർച്ച നടത്തിയിട്ടുണ്ട്. ആലപ്പുഴയിലെ UDF മുഖമായി BDJS മാറണമെന്നാണ് അടൂർ പ്രകാശിന്റെ ആഗ്രഹം. അതിനിടയിലാണ് ഗണേഷിനെ വെള്ളാപ്പള്ളി വിമർശിക്കുന്നത്. ഗണേഷ് കുമാർ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവനാണെന്നും കുടുംബത്തിന് പാര പണിതവനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഫ്യൂഡൽ മാടമ്പിക്കും അപ്പുറമാണ് ഗണേഷ് കുമാർ. അവന്റെ പാരമ്പര്യമാണിത്. സ്വന്തം അച്ഛന് വരെ പണി കൊടുത്തയാളാണ്. സരിതയെ ഉപയോഗിച്ചാണ് മന്ത്രിസ്ഥാനം നേടിയെടുത്തത്, വെള്ളാപ്പള്ളി പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ വിമർശനം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷ. ആലപ്പുഴയിൽ മുതിർന്ന CPM നേതാവ് G. സുധാകരന്റെ നിലപാടുകൾ CPMന് തലവേദനയാണ്. ഇതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളിയുടെ മന്ത്രി വിമർശനം. G. സുധാകരന് പ്രശംസയുമായി വെള്ളാപ്പള്ളി എത്തിയെന്നതും നിർണായകമാണ്. G. സുധാകരൻ സംയുക്ത രാഷ്ട്രീയത്തിന്റെ ഉടമയാണെന്നും കേരളത്തിനും ആലപ്പുഴയ്ക്കും സുധാകരനെ അവഗണിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദങ്ങൾ ഒഴിവാക്കണം. പാർട്ടി നേതാക്കളുടെ വളർച്ച ഉൾക്കൊള്ളാൻ G. സുധാകരൻ തയ്യാറാകണം. പൊതുമരാമത്ത് മന്ത്രി ഉണ്ടെന്ന് കേരളം അറിഞ്ഞത് G. സുധാകരന്റെ കാലത്താണ്. പാർട്ടി പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയാൽ വിഷമം ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിലെല്ലാം മോഷണം നടക്കുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുന്നു. സംവിധാനങ്ങൾ ഇങ്ങനെ തുടർന്നാൽ ചക്കരക്കുടത്തിൽ കൈയിടുന്നത് തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്ഷേത്ര വരുമാനത്തിന്റെ കണക്കുകൾ കൃത്യമല്ല. ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലെല്ലാം മോഷണം നടക്കുന്നു. മോഷണം ഇല്ലെന്നാർക്കും പറയാൻ കഴിയില്ല. സംവിധാനം മുഴുവൻ മാറണം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അഴിമതി പുറത്തു വന്നത് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇടമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ ഇടമായി ദേവസ്വം ബോർഡ് മാറി. സംസ്ഥാനത്ത് ഒറ്റ ദേവസ്വം ബോർഡ് മതി, വെള്ളാപ്പള്ളി പറഞ്ഞു. ഇതും ഇടതുപക്ഷ വികാരങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളിയുടെ ഇനിയുള്ള നീക്കം ശ്രദ്ധേയമാക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം വരെ CPMന് അനുകൂലമായിരുന്നു വെള്ളാപ്പള്ളി. മുഖ്യമന്ത്രിക്കൊപ്പമാണ് ചടങ്ങിന് വെള്ളാപ്പള്ളി എത്തിയത്. അത്തരമൊരു നേതാവാണ് പെട്ടെന്ന് മന്ത്രി ഗണേഷിനെ കടന്നാക്രമിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശത്തിൽ മറുപടിയുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ എത്തുകയും ചെയ്തു. അവരവരുടെ സംസ്കാരം അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും പ്രതികരണമെന്നാണ് കെ.ബി. ഗണേഷ് കുമാറിന്റെ മറുപടി. വെള്ളാപ്പള്ളിയുടെ ലെവൽ അല്ല തന്റെ ലെവൽ. പക്വതയും സംസ്കാരവും ഇല്ലാത്തവരും ഈ രീതിയിൽ പ്രതികരിക്കും. താൻ ആ രീതിയിൽ താഴാൻ ആഗ്രഹിക്കുന്നില്ല. വെള്ളാപ്പള്ളിയുടെ മോശം ഭാഷ വെള്ളാപ്പള്ളിയുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തിലേക്ക് താഴാൻ താനില്ല. വെള്ളാപ്പള്ളിക്ക് മറുപടിയില്ലെന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു.